Hi guys, welcome to my channel Coding Garage. This is Coding with Python Part 4. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഡിംഗ് അല്ല ചെയ്യുന്നത്, വീണ്ടും ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ വട്ടം നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് OS-ലാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇന്ന് ഒരുവിധം എല്ലാ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു ആൻഡ്രോയിഡ് മൊബൈലെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പൈത്തൺ 3 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുള്ള കാരണം റിസൾട്ട്സ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് റിസൾട്ട്സ് കാണാം, പൈഡ്രോയിഡ് 3 എന്നും പൈത്തൺ 3L എന്നും പറഞ്ഞിട്ട്. ഇതിൽ രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പൈഡ്രോയിഡ് 3 ആണ് യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാതെ നിൽക്കുക, അതിന് ശേഷം ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 50 MB സൈസേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് മൊബൈലിലൊരു 1 GB ഓർ 1.5 GB ഡെയിലി ഡാറ്റയൊക്കെ അധികം എല്ലാവരുടെ കയ്യിലും കാണും. അപ്പോൾ ഇതാകെ ഒരു 50 MB ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന അത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ പൈത്തൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഫുള്ളായിട്ടൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ കോഴ്സിൽ ചെയ്യുന്ന ബേസിക്കസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹലോ വേൾഡ് പ്രോഗ്രാമിങ്ങിൽ ചെയ്ത അതേ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ ശ്രമിക്കാം. പ്രിൻ്റ് എന്നുള്ള കമൻറ്റാണ് നമ്മൾ ഹലോ വേൾഡിൽ കൊടുത്ത് അതേ കമൻറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇത് മൊബൈൽ എഡിറ്ററിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിങ് ബ്രാക്കറ്റും വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അടുത്ത് സ്ട്രിങ് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഡബിൾ കോഡ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡബിൾ കോഡ്സും ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഡിറ്റർ തന്നെ ചെയ്യേണ്ട. അപ്പോൾ നമുക്കത് എന്താ പറയുക, അധികം തെറ്റൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഹലോ വേൾഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇത്ര ആയതിനു ശേഷം ഇനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലുള്ള ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ ഞെക്കുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാം ഇവിടെ റണ്ണായിട്ട് അതിൻ്റെ റിസൾട്ട്സ് പ്രിൻ്റായി വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർഫേസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ വർക്ക് ചെയ്യുന്നതെല്ലാം അതുപോലെ തന്നെയാണ്. നമുക്കിനി അന്ന് ചെയ്ത എക്സാമ്പിൾ പോലെ ഒന്നുകൂടെ മാറ്റിയിട്ട് ഹലോ വേൾഡ് എന്നുള്ളതിന് പകരം എൻ്റെ പേര് കൊടുക്കാം. റൈറ്റ്, അപ്പോൾ നമ്മൾ ഹലോ ഋത്വിക് എന്നുള്ള ഇത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു. നമ്മൾ വീണ്ടും റൺ ചെയ്യുന്നു. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് അതവിടെ പ്രിൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഇത് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോൾഡർ പോലത്തെ ഒരു ഐക്കൺ കാണും മുകളിൽ, അത് ഞെക്കുക. അതിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഞാനിത് ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ തന്നെ സേവ് ചെയ്ത്. പുതിയൊരു ഫയലാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റോറേജ് തുറന്നു വരും. അതിലേതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഹോം എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുക. സേവ് ചെയ്യാനുള്ള ഫയൽ നെയിം കൊടുക്കുക. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെഴുതുന്ന പ്രോഗ്രാംസ് സേവ് ചെയ്ത് വെക്കും. അത് പിന്നെ യൂസ് ചെയ്യും, പിന്നെ റൺ ചെയ്യുക, എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ വീട്ടിൽ കമ്പ്യൂട്ടറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ആളെന്നോട് ചോദിച്ചു. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട പലർക്കും, പ്രത്യേകിച്ച് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അധികം അറിവില്ലാത്ത പലർക്കും ഇതേ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ പ്രോഗ്രാമിങ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് എന്നുള്ളതൊരു ടൂളാണ്. ആ ടൂള് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ടൂള് എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ബേസിക്സാണ് പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ചെറുപ്പം ക്ലാസ്സുകളിൽ നമ്മൾ മാത്തമാറ്റിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാത്തമാറ്റിക്സിൽ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും എല്ലാം പഠിച്ചിട്ടുണ്ടാവും.
ഈ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എല്ലാം എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും നമ്മൾ ചിലപ്പോൾ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളിൽ തൊട്ട് പിന്നെ നമ്മൾ മുകളിലോട്ട് പഠിക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാൽക്കുലേഷൻസിൽ വരെ നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ഒരു ആവശ്യം പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കും. ഈ വീഡിയോസിൽ നമ്മൾ എന്തായാലും നിങ്ങളുടെ ഡെയിലി ലൈഫിലത്തെ ചില എക്സാമ്പിൾസും അതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള ചില എക്സാമ്പിൾസും വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന പോലെ തന്നെ ഈ വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണാം. ഇതൊരു കൊറോണ കാലത്ത് എവിടെ നിന്നെങ്കിലും ട്രാവൽ ചെയ്ത് വരുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഫോം എന്നുള്ള പോലുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത്തരം ഒരു പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വരുന്ന എപ്പിസോഡിൽ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം.